നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. മെനു കാർഡിൽ കണ്ട വില നോക്കിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. പക്ഷെ ബില്ല് വരുമ്പോഴോ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. GST നമുക്കറിയാം, സർവീസ് ചാർജ് പാടില്ലെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതാ ഇപ്പോൾ ഒരു പുതിയ ഐറ്റം കൂടി പലയിടത്തും കാണുന്നുണ്ട്. ഗ്യാസ് സർചാർജ് അല്ലെങ്കിൽ LPG ചാർജ്. നിങ്ങളുടെ ബില്ലിലും എങ്ങനെ വരുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, ഇത് ഈടാക്കാൻ ഹോട്ടലുകൾക്ക് അധികാരമില്ല. ഇതിനെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. എന്താണ് ഈ ഗ്യാസ് സർചാർജ്? ലളിതമായി പറഞ്ഞാൽ, പാചകവാതകത്തിന്റെ വില കൂടുന്നത് കൊണ്ട് ഹോട്ടലുകൾ ബില്ലിൽ അധികമായി ചേർക്കുന്ന തുകയാണിത്. ചിലപ്പോൾ 10 രൂപയാകാം, ചിലപ്പോൾ 20 രൂപയാകാം, ചിലപ്പോൾ ഇതിൽ കൂടുതലാകാം. പക്ഷെ സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോട്ടൽ നടത്താൻ ആവശ്യമായ ഗ്യാസ്, കറണ്ട്, വാടക എന്നിവയെല്ലാം ആ ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. അതായത് ഓരോ പ്ലേറ്റ് ബിരിയാണിക്കോ ചായക്കോ വില നിശ്ചയിക്കുമ്പോൾ തന്നെ ഈ ചെലവുകളെല്ലാം ഹോട്ടൽ ഉടമ കണക്കിലെടുക്കണം. അല്ലാതെ മെനുവിൽ ഒരു വില കാണിക്കുകയും ബില്ല് വരുമ്പോൾ ഗ്യാസിന്റെ പേരിൽ വേറെ തുക വാങ്ങുകയും ചെയ്യുന്നത് ഉപഭോക്താവിനെ പറ്റിക്കുന്നതിന് തുല്യമാണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഇവയാണ്. മെനുവിലുള്ളത് തന്നെ അവസാന വില. മെനുവിൽ കാണിച്ചിരിക്കുന്ന വിലയിൽ തന്നെ എല്ലാ ചെലവുകളും ഉൾപ്പെടണം. അതിനു പുറമെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ടാക്സ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. ഇനി പ്രവർത്തന ചെലവ് ഉപഭോക്താവിന്റെ തലയിൽ കെട്ടിവെക്കരുത്. ഗ്യാസ് വില കൂടിയാൽ ഭക്ഷണത്തിന്റെ വില കൂട്ടാം. അത് മെനുവിൽ കൃത്യമായി രേഖപ്പെടുത്തണം. അല്ലാതെ ബില്ലിൽ പ്രത്യേകമായി സർചാർജ് ചേർക്കാൻ പാടില്ല. ഇനി ഈ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇനി നിങ്ങൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ബില്ല് കൃത്യമായി പരിശോധിക്കുക. ടാക്സ് അല്ലാതെ മറ്റു പേര് പറയാത്ത ചാർജുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. പരാതി ഉണ്ടെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ 1915 വിളിച്ചോ ഓൺലൈൻ പോർട്ടൽ വഴിയോ അറിയിക്കാവുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ കണക്ക് ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക.